എല്ലാവർക്കും നമ്മുടെ ഹിന്ദു ടോക്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പ്രോസ് ആൻഡ് ഡ്രാമാത്തെ സദാചാർ കാ താവീസ് BA ഹിന്ദിത്തെ സദാചാർ കാ താവീസ് എന്ന ലെസനാണ് എടുക്കാൻ പോകുന്നത്. അത് എഴുതിയിരിക്കുന്നത് ഹരിശങ്കർ പ്രസായിയാണ്. നമുക്ക് വീഡിയോസിൽ പോകാം. വീഡിയോസിൽ പോകണ മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻസിൽ പറയാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോസിലേക്ക് പോകാം. हरिशंकर परसाई का जन्म 22 अगस्त 1922 को मध्य प्रदेश के होशंगाबाद ജില്ലയെ में ജമാനി നമക് ഗാവ് में हुआ. അയാൾ ജനിച്ചത് വന്നിട്ട് 22 ആഗസ്റ്റ് 1922 മധ്യപ്രദേശ് മഹാരാഷ്ട്രയിൽ. സ്റ്റേറ്റ് വന്നിട്ട് ഹോഷാഗാബാദിലാണ്. വില്ലേജ് നാട് വന്നിട്ട് ജമാനി നമക് ഗാവ് में हुआ. गाँव से प्रारंभिक शिक्षा प्राप्त करने के बाद वे नागपुर चले गए. നാട്ടിൽ പഠിച്ച് കഴിഞ്ഞിട്ട് അയാൾ ബാക്കിയുള്ള പഠിപ്പിന് നാഗപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്, സ്റ്റേറ്റിലേക്കാണ് പോയത്. നാഗപ്പൂർ വിശ്വവിദ്യാലയ से उन्होंने MA ഹിന്ദി की परीक्षा पास की. നാഗപ്പൂർ വിശ്വവിദ്യാലയ നാഗ്പൂർ കോളേജിൽ നിന്നാണ് അയാൾ MA ചെയ്തത്. അവിടെയാണ് പരീക്ഷ എഴുതി പാസ്സായി. ആ ഡിഗ്രി അവിടെ നിന്ന് മേടിച്ചത്. इसके बाद उन्होंने स्वतंत्र लेखन आरंभ कर दिया. അത് കഴിഞ്ഞിട്ട് അയാൾ സ്വതന്ത്രമായിട്ട് എഴുതാനായിട്ട് തുടങ്ങിയത്. उन्होंने जबलपुर के साहित्य पत्रिका वसुधा का प्रकाशन भी किया. അയാൾ അവിടെ ജബൽപൂർത്തെ സാഹിത്യ പത്രിക, അവിടുത്തെ സാഹിത്യ പത്രികയിൽ വസുധ കാ പ്രകാശൻ ബി കിയ, അവിടെ അത് അയാൾ ഇന്നോഗ്രേഷനും നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് വസുധ. വൺ വേർഡ് വരും ചിലപ്പോൾ, അത് നിങ്ങൾ നോക്കി വയ്ക്കണം. ഇത് വന്നിട്ട് ഇതിനെ കുറിച്ച് എഴുതാൻ വൺ വേർഡ് വരും. പിന്നെ 10 മാർക്കിൻ്റെ വന്നാൽ നമുക്ക് ഇതിൽ കുറച്ച് ഇത് മോളത്തെ ഈ ഹരിശങ്കർ പ്രസായിനെ കുറിച്ച് 2 ലൈൻ എഴുതാനാണ് ഞാനിത് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സാരാംശത്തിലേക്ക് പോകാം. मात्र 18 वर्ष की उम्र में हरिशंकर परसाई ने जंगल विभाग में नौकरी की. അയാൾ 18 വയസ്സാകുമ്പോൾ തന്നെ ഫോറസ്റ്റിൽ പോയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അയാൾക്ക് പുരസ്കാരം കിട്ടിയത് നമുക്കിനി നോക്കാം. സാഹിത്യ അക്കാദമി പുരസ്കാർ വിക്ലംഗ് ശ്രദ്ധ കാ ദൗർ के लिए. അയാൾക്ക് സാഹിത്യ അക്കാദമി പുരസ്കാർ കിട്ടിയിരിക്കുന്നത് വിക്ലംഗ് ശ്രദ്ധ കി ദൗർ ഇത് എഴുതിയിട്ടാണ് അയാൾക്ക് ഈ പുരസ്കാരം കിട്ടിയിരിക്കുന്നത്. अपनी हास्य व्यंग्य रचनाओं से सभी के मन को भा लेने वाले हरिश्चंद्र परसाई का निधन 20 अगस्त 1994 को जबलपुर मध्य प्रदेश में हुआ. അയാൾ എല്ലാവരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ച വ്യംഗ്യരചനകൾ എഴുതിയിട്ടാണ്. അയാൾ മരിച്ചതോ 20 ആഗസ്റ്റ് 1994 ജബൽപൂർ മധ്യപ്രദേശിൽ വെച്ചിട്ട് തന്നെയാണ് അയാൾ മരിച്ചത്. നമുക്ക് വൺ വേർഡ് ഇത് വരാറുണ്ട്. നമ്മൾ ഹരിശങ്കർ പ്രസായി ഏത് ലേഖക്കാണ് ചോദിച്ചാൽ നമ്മൾ വ്യംഗ്യ ലേഖക്കാണെന്ന് അത് എഴുതണം. ചിലപ്പോൾ ഇത് വൺ വേർഡ് വരും. അപ്പോൾ നിങ്ങളിത് ഓർമ്മ വയ്ക്കണം, മറക്കരുത്. അയാൾ ഈ വ്യംഗ്യ ലേഖക്ക് എഴുതിയിരിക്കുന്നത് വെറും ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, നമ്മളുടെ മനുഷ്യന്മാരുടെ ജീവിത കഥകളും അതിൽ ഉൾപ്പെടുത്തി അവൻ്റെ ഇതും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ വ്യംഗ്യ ലേഖനങ്ങൾ രചനകളൊക്കെ അയാൾ എഴുതിയിരിക്കുന്നത്. അയാൾ ഹിന്ദി സാഹിത്യത്തിനെ വ്യംഗ്യയിൽ വേറൊരു ലെവൽ വരെ കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അയാൾ വ്യംഗ്യ ലേഖക്കാണ്, അത് മറക്കണ്ട. കാരണം ഇത് വൺ വേർഡിൽ ഒരുപാട് വർഷം ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. നമുക്കിനി സാരാംശം നോക്കാം ഇതിൻ്റെ. കിസി രാജ്യ കി പ്രജ മേ കോലാഹൽ മച്ചാ कि राज्य में सब कहीं भ्रष्टाचार ही भ्रष्टाचार है. ഏതോ ഒരു രാജ്യത്ത് ഭയങ്കര സ്പ്രെഡായി കിടക്കുകയാണ്. അവിടെ അഴിമതി മാത്രമല്ല, അതായത് കറപ്ഷൻ മാത്രമാണ് ഒരുപാട് അവിടെ നടക്കുന്നത് ആ രാജ്യത്തിൽ നിന്ന്. എല്ലാം അവിടെ അത് പാട്ടായി കിടക്കുകയാണ്. ഇസ്സേ ലോക് ബഹുത് പരേഷാൻ ഹെ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. രാജാക്കോ വ ഖബർ സുൻകർ ബഡി ഗലനി ഓർ ലജ്ജ കാ അനുഭവ ഹുവ. അത് കേട്ടിട്ട് അവിടുത്തെ രാജാക്ക് ഒരുപാട് മാനക്കേടും ഒരു വല്ലായ്മ തോന്നി. उन्होंने दरबार बुलाई और बताया कि हमें आज तक भ्रष्टाचार नामक किसी चीज़ से कोई परिचय नहीं, हमें यह चीज़ कहीं भी दिखाई नहीं देती. അയാൾ എല്ലാവരെയും ഒരു സഭയിൽ വിളിച്ചിട്ട് അയാളുടെ രാജാവിൻ്റെ ആ കൊട്ടാരത്തിൽ വിളിച്ച് സഭ വിളിച്ചിട്ട് അയാൾ എല്ലാവരുടെ അടുത്തും പറഞ്ഞു, എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു പരിചയവും ഇല്ല, ഞാൻ ഇന്ന് വരെ ഈ അഴിമതി എന്താണെന്ന് നേരിട്ട് കണ്ടിട്ടുമില്ല, അത് കാണാറുമില്ല, എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയില്ല എന്നാണ് രാജ പറയണത്. ദർബാർ കെ കിസി സദസ്യ കോ ഇസ്കി ജാൻകാരി ഹേ തോ ജറാ സംജായേ. ഈ ദർബാറിൽ നിൽക്കുന്നവർക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുകയാണെങ്കിൽ, എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് മനസ്സിലാക്കി തരുമോ
എന്നാണ് ആ രാജ പറയുന്നത്. ദർബാരിയോ നെ കഹാ കി രാജാക്കോ ഇസ്കാ പതാ നഹീ ഹേ. അപ്പോൾ അവിടുത്തെ ദർബാരികളിൽ നിന്ന് ചോദിക്കാൻ, രാജാക്ക് ഇതിനെക്കുറിച്ച് എന്താ ഒന്നും അറിയില്ലയോ എന്ന് ചോദിക്കുക. തോ ഹമേ കേസേ പതാ ചലേക, രാജാക്കെ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് അവിടുത്തെ ദർബാരികൾ, അവിടുത്തെ നിൽക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു. രാജാനെ ബതായ കി ഹം ബുരേ സപ്നെ നഹി ദേഖ്തെ, ഞാൻ വേണ്ടാത്ത സ്വപ്നങ്ങൾ, ബാഡായിട്ടുള്ള സ്വപ്നങ്ങളൊന്നും ഞാൻ കാണാറില്ല. ലേക്കിൻ ആപ് ലോഗ് ദേഖ്തേ ഹോങ്കെ, പക്ഷെ നിങ്ങൾ കാണാറുണ്ടാകുമായിരിക്കും. फिर भी राजा ने दरबार के सदस्यों से अनुरोध किया कि राज्य भर घूमकर भ्रष्टाचार को ढूंढ निकाले और राजा के सामने लाए. എന്തോ ആവട്ടെ, നിങ്ങളെല്ലാവരും ഈ ദർബാറിലെ ചുറ്റും എല്ലാവിടെയും നടന്നു നോക്കി, എല്ലാവിടെയും നടന്ന് രാജ്യഭർ പുതുകൂംകർ, രാജ്യം മുഴുവനും നടന്ന് നോക്കിയിട്ട് നിങ്ങൾ ഭ്രഷ്ടാചാരം എവിടെയുള്ളതെന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവരൂ എന്നാണ് പറയുന്നത്. അതായത് എൻ്റെ മുന്നിൽ കൊണ്ടുവരൂ. एक दरबारी ने कहा कि आपकी मेहनत देखकर भ्रष्टाचार जैसी हल्की बारीक चीज़ हमें दिखाई नहीं देती. സോറി, ഇത് മെഹനത്തല്ല, മഹാൻത എന്നാണ്. നിങ്ങളുടെ ആ വലിയ മനസ്സിന് മുമ്പത്ത് ഈ അഴിമതിയൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല എന്നാണ് അവിടുത്തെ ദർബാരികൾ പറയുന്നത്. ഭ്രഷ്ടാചാർ കോ ദേഖ്തേ ഹി ഹമേ ആപ്കാ യാദ് ആയേഗ, ഭ്രഷ്ടാചാർ കണ്ടാൽ ഞങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മയാണ് വരിക. ഭ്രഷ്ടാചാർ കോ ദേഖ്തേ ഹി, അതായത് അഴിമതി കണ്ടാൽ തന്നെ ഹമേ ആപ്കാ യാദ് ആയേഗ, ഭ്രഷ്ടാചാർ കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മയാണ് വരിക. ആപ്കി സൂരത്ത് പ്രതിബിംബത, നിങ്ങളുടെ മുഖം, നിങ്ങളുടെ ആ പ്രവൃത്തികളൊക്കെയാണ് ഞങ്ങൾക്ക് ഓർമ്മ വരിക. ഹമാരെ ദേശ് മേ വിശേഷജ്ഞ നാം സെ ഏക് ജാതി വിശേഷ രഹതാ ഹെ. ഇത് മനസ്സിലാകാൻ വിശേഷജ്ഞ ജാതി, അങ്ങനത്തെ ഒരു ജാതി ഉണ്ട്. വേ ഹി ഭ്രഷ്ടാചാർ ജैसे बारीक चीज़ों को पहचान सकेगा, അവർക്ക് മാത്രം ഭ്രഷ്ടാചാരം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റില്ലോ, അങ്ങനത്തെ ഉള്ളൊരു ജാതി ഉണ്ട്. इसलिए उन्हें भ्रष्टाचार को ढूंढ निकालने की जिम्मेदारी सौंप दे तो अच्छा होगा. ഇത് അവരിനെ തന്നെ ഏൽപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല, അതാണ് നല്ലതെന്ന് അവർ രാജാവിനോട് പറയാണ്. രാജാനെ മാൻ ലിയ, രാജ അത് കേട്ട് വിശ്വസിച്ചു. ഉനക്കെ ആമന്ത്രൺ കെ അനുസാർ വിശേഷജ്ഞ ദർബാർ മേ ഹാസിർ ഹുവേ, രാജാവിൻ്റെ ഉത്തരവ് കൊണ്ട് അവർ തന്നെ ആ രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്നു. അവർ വന്നു. राजा ने विशेषज्ञ से बताया कि आपको कहीं भ्रष्टाचार नमक कोई चीज़ मिल जाए तो पकड़ कर हमारे सम्मुख ले आना. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഈ ഭ്രഷ്ടാചാർ, അതായത് അഴിമതി, കറപ്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ പിടിച്ച് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണമെന്ന് അയാളിനോട് പറയണം, ഈ വന്ന ആളിനോട്. ഈ ഭ്രഷ്ടാചാരം മാറ്റിത്തരുമെന്ന് പറഞ്ഞില്ലേ, ഒരു ജാതി, അങ്ങനത്തെ ഒരു ജാതിയുണ്ട്, അവരിനെ വിളിച്ചാൽ മാത്രമേ മാറ്റിത്തരുമല്ലോ പറഞ്ഞു. അപ്പോൾ അവർ വന്നപ്പോൾ രാജാ പറയാണ്, നിങ്ങൾ ഭ്രഷ്ടാചാരം എവിടെയെങ്കിലും കറപ്ഷൻ കണ്ടാൽ നിങ്ങൾ അതിനെ പിടിച്ചിട്ട് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കണം എന്നാണ് പറയുന്നത്. ഉസി दिन से വിശേഷജ്ഞ ഭ്രഷ്ടാചാർ की तलाश में निकल पड़ा. ആ ദിവസം തൊട്ട് ആ ഭ്രഷ്ടാചാർ വന്ന ആൾ ഭ്രഷ്ടാചാരം തപ്പിക്കൊണ്ട് നടക്കാനായിട്ട് ആ രാജ്യം മുഴുവൻ നടക്കാൻ തുടങ്ങി. 2 महीने के बाद वे लौट आए. 2 മാസം കഴിഞ്ഞിട്ട് അയാൾ തിരിച്ചു വന്നു. उन्होंने बताया कि हमें बहुत भ्रष्टाचार मिल गया. എനിക്ക് ഒരുപാട് ഭ്രഷ്ടാചാരം, ഒരുപാട് കറപ്ഷൻ ചെയ്യുന്ന ഇത് കണ്ടുപിടിച്ചു, കിട്ടി. ലേക്കിൻ ഉസേ ഹാത്ത് സേ പക്കഡ് നഹി സക്കെ, പക്ഷേ അതിനെ എനിക്ക് കയ്യിൽ പിടിക്കാനായിട്ട് പറ്റിയില്ല. കാരണം കറപ്ഷനല്ല, കയ്യിൽ പിടിക്കാൻ പറ്റില്ലല്ലോ, അത് ചെയ്യുമ്പോൾ കാണാനല്ലേ പറ്റില്ലോ, അപ്പോൾ കയ്യിൽ പിടിക്കാൻ പറ്റില്ല. ക്യോങ്കി വ ആങ്ക് സേ ദിഖായി നഹി ദേത്ത, കാരണം എന്താ വെച്ചാൽ ഇത് കണ്ണും കൊണ്ട് കാണാൻ പറ്റില്ല. നമുക്ക് ഭ്രഷ്ടാചാരം എന്താണെന്ന്, കറപ്ഷൻ എന്താണെന്ന് കണ്ണും കൊണ്ടായിട്ട് കാണാൻ പറ്റില്ല. നഹി ദിഖായി നഹി ദേത്ത വ സ്ഥൂൽ നഹി സൂക്ഷ്മ ഹെ, അത് കാണാനായിട്ട് പറ്റില്ല, അത് കണ്ട് നമ്മൾ മനസ്സിലാക്കണം. വ സുനത്തെ ഹി രാജാക്കോ ശങ്ക ഹുയി, അത് കേട്ടപ്പോൾ തന്നെ രാജാവിന് മനസ്സിലേക്ക് ഒരു ഇടങ്കേട് തോന്നി. കി വ ഈശ്വർ തോ നഹി, അത് ദൈവമായിരിക്കുമോ. വിശേഷജ്ഞനെ ബി മാൻ ലിയ കി ഭ്രഷ്ടാചാർ ഈശ്വർ ജൈസ സർവ്യാപി ഹോ ചുക്കാ ഹെ, അവർ പോലും വിചാരിച്ചു അത് പടച്ചോനെ പോലെ തന്നെ ആയിരിക്കുമോ. യഹ് തക് കി ഭ്രഷ്ടാചാർ സിംഹാസൻ മേ ബി ഹെ, അയാൾ പറയണ ഇത് വന്നിട്ട്
അഴിമതി വന്നിട്ട് ഈ സിംഹാസൻ ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ അടക്കം ഉണ്ട്. പിछले महीने സിംഹാസൻ രംഗ് കർനെ കാ ജോ ബിൽ ദിയാ था, കഴിഞ്ഞ മാസം നിങ്ങളൊരു ഇവിടെ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബില്ല് തന്നില്ലേ, വ അസ്ലി ബിൽ നഹി ജൂട്ടാ ബിൽ ഹെ, അത് ശരിക്കുള്ള സത്യമായിട്ടുള്ള ബില്ലല്ല, അത് കള്ള ബില്ലാണ്. ഉൻ മസ്ദൂരോനെ ദുഗുന ബിൽ ദേക്കർ ഭ്രഷ്ടാചാർ കിയ, അവർ വന്നിട്ട് ഡബിൾ ബില്ല് തന്നിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഭ്രഷ്ടാചാർ അതായത് അഴിമതി ചെയ്തത്. ഒറിജിനൽ ബില്ലല്ല, അവർ പൈസ കൂട്ടിയിട്ട് നിങ്ങളോട് കള്ളം പറഞ്ഞിട്ടാണ് നിങ്ങളുടെ അടുത്ത് പൈസ മേടിച്ചിരിക്കുന്നത്. ആ തരത്തിലാണ് ഭ്രഷ്ടാചാരി, നമുക്ക് കയ്യോടെ പിടിക്കാൻ പറ്റില്ല എന്നാണ് അയാൾ പറയുന്നത്. राजा के शासन में इस देश में घुस के रूप में भ्रष्टाचार फैला है. ഈ രാജകൊട്ടാരത്തിലാണെങ്കിൽ ശരി, ഈ ദേശത്തിലാണെങ്കിൽ ശരി, ഭ്രഷ്ടാചാരം ഒളിച്ചിരിപ്പുണ്ട്. എല്ലാവിടെയും ഭ്രഷ്ടാചാരം ഒളിച്ചിരിപ്പുണ്ട്. അത് നമുക്ക് കയ്യോടെ കാണാനോ അത് പിടിക്കാനോ ആയിട്ട് പറ്റില്ല. ഇത് കേട്ടിട്ട് രാജാവ് ഒരുപാട് ആലോചനയിലായിരുന്നു. വേ ബഡി സോച്ച് മേ പടുകയെ, അയാൾ വലിയ ആലോചനയിലായിട്ട് മുഴുകിയിരുന്നു. കി ഈസ് ഭ്രഷ്ടാചാർ കോ ദേശ് സേ കേസി മിഠായി, ഈ ഭ്രഷ്ടാചാർ ഈ കറപ്ഷനെ എങ്ങനെയാണ് ഈ നാട്ടിൽ നിന്ന് നമ്മൾ മാറ്റുക, മുഴുവനായിട്ട് തീർക്കുക. വിശേഷജ്ഞ ने बताया कि हमने उसके लिए उपाय निकाला है, അവിടുത്തെ വിശേഷജ്ഞ ആൾക്കാർ പറഞ്ഞു ഇതിനുള്ള സൊല്യൂഷൻ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. उन्होंने सलाह दी कि इसके लिए पहले भ्रष्टाचार के मौके मिटाने होंगे, ഇതിനു വേണ്ടി ആദ്യം നമ്മൾ കറപ്ഷന് പറ്റിയിട്ടുള്ള ആ ഒരു വഴികളൊക്കെ നമ്മൾ തടഞ്ഞു വെക്കണം. ഉन्होंने राजा के हाथों इसकी योजना तैयार करके सौंप दी और वे चले गए. ഇതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് രാജാവിനെ ഏൽപ്പിച്ചിട്ട് അവർ തിരിച്ചു പോകുക ചെയ്തത്. രാജാ കെ ദർബാർ മേ യഹ് യോജന രഖി, രാജാവ് അവനവൻ്റെ ആ രാജ്യത്തിൽ ഈ യോജന ഈ ഒരു സൊല്യൂഷൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു. ഉन्होंने ദർബാരിയോ കോ സോച്നെ കാ അവസർ ദിയ, അവിടെയുള്ള മുഖ്യ ദർബാരികൾക്ക് ഇത് പറഞ്ഞിട്ട് അവർക്ക് ആലോചിക്കാനായിട്ടുള്ള സമയം കൊടുത്തു. സോച്ചത്തെ കൈ മഹീനെ ബീത് ഗയേ, ഇത് ആലോചിച്ച് ഒരുപാട് മാസങ്ങൾ അങ്ങനെ പോകാൻ തുടങ്ങി. പർ കോയി ഫൈസല നഹീ ഹുവ, പക്ഷെ ഒരു ലാസ്റ്റിലുള്ള ഒരു ആൻസറും ഒന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല ആർക്കും. രാജാ ബഹുത് പരേഷാൻ ഹുവ, രാജാ ഒരുപാട് ടെൻസ്ഡായി. ഉൻകാ സ്വസ്ഥ ബിഗഡ് ഗയ, അയാളുടെ ആരോഗ്യത്തിനടക്കം പ്രശ്നമായിപ്പോയി. ദർബാരിയോനെ കഹാ കി വിശേഷജ്ഞ സെ പ്രസ്തുത് യഹ് യോജന ഹി രാജാ കി പരേഷാനി കാ കാരൺ ഹെ, അന്ന് വന്നിട്ട് ഈ ഭ്രഷ്ടാചാരമാണ് വലിയ ആ യോജന തന്നെയാണ് രാജാവിൻ്റെ ഇത്രയും വലിയ ബുദ്ധിമുട്ടാണുള്ള ഒരു അയാളുടെ ശരീരത്തിനെ അടക്കം ഒരുപാട് ബുദ്ധിമുട്ടിച്ച ഒരു യോജനയാണത്. അതുകൊണ്ടാണ് രാജാവ് ഇത്രയും വയ്യാണ്ട് വന്നത് എന്ന് അവിടുത്തെ വിശേഷജ്ഞ ദർബാരികൾ പറയണത്. ഇസ്ലിയെ യഹ് യോജന കോ ഛോഡ് ദേ, അതുകൊണ്ട് രാജാവെ ഈ യോജന നിങ്ങൾ മറന്നേക്കൂ, വിടൂ. अगर हम इस योजना को स्वीकार करेंगे तो हमें इस राज्य की शासन व्यवस्था को बदलना पड़ेगा. നമ്മൾ വിശേഷജ്ഞ പറഞ്ഞ ആ ഒരു പ്രൊജക്റ്റ് ആ ഒരു കാര്യം നമ്മൾ സ്വീകരിച്ചാൽ തന്നെ നമുക്ക് ഈ നമ്മുടെ ഈ രാജകൊട്ടാരത്തിൽ ഈ രാജ്യത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളായിട്ടും മാറ്റി വയ്ക്കേണ്ടി വരും എന്നാണ് പറയണത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന രീതി അടക്കം നമുക്ക് മാറ്റേണ്ടി വരുമെന്ന് അവിടുത്തെ ദർബാരികൾ പറയാണ്. വിശേഷജ്ഞനെ ഹമേ ബഡി മുസീബത്ത് മേ ഡാൽ ദിയ, ആ വിശേഷജ്ഞ നമ്മളെ ഒരുപാട് വലിയ ബുദ്ധിമുട്ടിലാണല്ലോ ഇട്ടിട്ട് പോയിരിക്കുന്നത്. രാജാനെ കോയി ഓർ ഉപായ് നിക്കാലിനെ കാ ഭാർ ദർബാരിയോ കോ ഹി സോപ് ദിയ, രാജ പിന്നെയും ആ ദർബാരികളുടെ അടുത്ത് പറയും എന്തായാലും ശരി ഇതിനൊരു സൊല്യൂഷൻ, വേറെ സൊല്യൂഷൻ ആണെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് വരുമെന്ന് അവരിനോട് പറയാണ് ദർബാരികളിനോട്. ഏക് ദിൻ ഏക് ദർബാരി കഹീ സേ ഏക് സാധു കോ ലേ ആയ, അവിടുത്തെ ഒരു ദർബാരി എവിടെന്നോ ഒരു സാധുവിനെ, അതായത് പണ്ഡിതന്മാർ പോലെ ഒരു കൂടും മന്ത്രമൊക്കെ ചെയ്യില്ല, അങ്ങനത്തെ ഒരു സാധുവിനെ എവിടുന്നോ അവിടുത്തെ ദർബാരികൾ പിടിച്ചുകൊണ്ട് വന്നു. ഉസ്നെ ബതായ കി ഇസ് സാധു കെ പാസ് സദാചാർ കാ താവീജ് ഹെ, അവർ പറഞ്ഞു ആ ദർബാരികൾ പറഞ്ഞു ഈ സാധുവിൻ്റെ കയ്യിൽ അതിനുള്ളൊരു താബീസ് ഉണ്ട്, അതിനുള്ളൊരു കൂടിനെയാണ് താബീസ്, അതിനുള്ളൊരു കൂടുണ്ട്. ഉസേ പെഹന്നെ സെ ആദ്മി സദാചാരി
ഹോ ജായേഗ. അത് കെട്ടിയാൽ എല്ലാവരും സദാചാരം അതുപോലെ എല്ലാവരും നല്ല മനുഷ്യനായിട്ട് ജീവിക്കും. യഹാ തക്കി കുത്തേ കെ ഗലേ മേ പെഹനായെ തോ കുത്തേ ബി ചോരി നഹി കരേങ്കെ. അതായത് ഒരു നായിൻ്റെ കഴുത്തിലടക്കം കെട്ടിയ നായടക്കം കട്ട് തിന്നില്ല എന്നാണ് പറയുന്നത്. താവീജ് മേ സെ സദാചാർ കി ആവാജ് നിക്ലി. ആ താവീജ് എന്ന് സദാചാറിൻ്റെ ഒരു അതായത് ഞാൻ നല്ലതേ ചെയ്യില്ലോ എന്ന് ആ താവീജ് എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. യഹ് ആവാജ് ആദ്മി കോ സദാചാർ കി ഓർ ലേ ജായേഗ. എല്ലാ മനുഷ്യന്മാരെയും ഈ താബീജ് നല്ലൊരു വഴിക്ക് കൊണ്ടുപോകും എന്നാണ് പറയുന്നത്. രാജാക്കോ ബഡി ഖുഷിയോ. ഇത് കേട്ടിട്ട് രാജാവിന് ഒരുപാട് സന്തോഷമായി. ഉൻഹോനെ സാധു കോ ഖൂബ് പ്രശംസാക്കി. അയാൾ സാധുവിനെ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞു. രാജാനെ ഹർ നാഗരിക് കോ താവീസ് പെഹന്നെ കാ നിശ്ചയ കിയ. അവിടെയുള്ള ആ രാജകൊട്ടാരത്തിലുള്ള എല്ലാവർക്കും രാജാവ് പറഞ്ഞു ഈ താബീജ് ഈ കൂട് എന്തായാലും എല്ലാവരുടെ കയ്യിലും അല്ലെങ്കിൽ കഴുത്തിൽ കെട്ടിയിരിക്കണം എന്ന് അങ്ങനത്തെ ഒരു ഓർഡർ കൊടുത്തു. ഇസ്കി ലിയെ കരോടോ താബീജ് ചായേ. ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു കോടിക്കണക്കുള്ള താബീജാണ് കൂടാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് ആ ഒരു സാധുവിനോട് പറയുകയാണ്. എന്നിട്ട് ഓർഡറും കൊടുക്കുകയാണ് എല്ലാവരും കെട്ടണമെന്ന്. ഏക് ദർബാരി നിക്കെ सुझाव के अनुसार उसी साधु को तावीज़ बनाकर राजा को सप्लाई करने का ठेका दे दिया. एक दरबारी के सुझाव के अनुसार അതായത് അവിടുത്തെ ഒരു ദർബാറി ഇല്ലേ, അവിടുത്തെ ഒരു മെമ്പർ, ആ മെമ്പർ പറഞ്ഞ കേട്ടിട്ട് താവീജ് ഉണ്ടാക്കുന്ന ആ സാധുവിനെ തന്നെ അവിടുത്തെ ഒരു ഫാക്ടറി പോലെ ഉണ്ടാക്കി അയാൾക്ക് കൊടുത്തു. കാരണം ഇവിടെ ഇരുന്നിട്ട് തന്നെ നിങ്ങൾ നിറയെ താബീജ് ഒന്നായിട്ട് ഉണ്ടായിക്കോളിയും വേണ്ടിയിട്ട് അവിടെ തന്നെ ഇരുന്ന് കൊടുത്തു. രാജാനെ താബീജ് ബനാനെ കാ കാർഖാന കോലിനെ 5 കരോड़ रुपए की पेशगी दी. അയാൾ ആ ഒരു ഫാക്ടറി തുടങ്ങാൻ മാത്രം രാജ ആ സാധുവിന് 5 കോടി റുപ്യാണ് കൊടുത്തത്. രാജ ഓർ ദർബാരി ഖുഷ് ഹുവേ ഓർ അസ്വസ്ഥ രഭി. അയാൾ ഒരുപാട് സന്തോഷമായി. പിന്നെ ഒരു ഇടങ്കേട് പോലെ ഒരു മനസ്സിലേക്ക് ഒരു കലങ്കവും ഉണ്ടായിരുന്നു. അവർക്ക് സന്തോഷമായി. കാരണം താബീജ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇരുന്ന് ഉണ്ടാക്കി എല്ലാവർക്കും വേഗം കൊടുക്കാമല്ലോ, എല്ലാവരും നല്ല ആൾക്കാരോ എന്നൊരു സന്തോഷമുണ്ട്. പിന്നെ ഒരു ആശങ്ക പോലെ ഉണ്ടായിരുന്നു. രാജാക്കു യേ ദേഖ്നേക്ക് ബഡി ഇച്ഛാ ഹുയി. രാജാവിന് ഇത് കാണാൻ ഭയങ്കര കൊതിയായി. കി താബീജ് കേസേ കാം കർത്താ ഹൈ. താബീജ് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക, ഈ താബീജ് എങ്ങനെ വർക്ക് ചെയ്യും, ഇതെന്താണെന്നൊന്നും രാജാക്ക് അറിയില്ല. ഇത് കൂട് കെട്ടിയാൽ എല്ലാം മാറും, എല്ലാവരും നല്ലവരാകുമെന്ന് മാത്രമല്ല അറിഞ്ഞില്ല. അപ്പോൾ ഇതെങ്ങനെ പ്രവർത്തിക്കാമെന്നറിയില്ല. വേഷ് ബദൽക്കർ കാര്യാലയം എല്ലാവർക്കും സപ്ലൈ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് രാജാവ് ഇത് എങ്ങനെ പ്രവർത്തിക്കാമെന്നറിയില്ല. അപ്പോൾ അയാൾ പുകയാണ്. വേഷ് ബദൽക്കർ കാര്യാലയം ഓഫീസ് ഗൈ. അയാൾ രാജാവ് വേഷം മാറ്റിയിട്ട് ഒരു ഓഫീസിലേക്ക് പോയി. ഉസ് ദിൻ 2 താരീഖ് താ. അയാൾ പോയ ഡേറ്റ് എത്ര അറിയോ? 2-ാം തീയതി ആയിരുന്നു. 1 കഴിഞ്ഞ് 2-ാം തീയതിയാണ്. രാജാ ने कर्मचारियों को की 5 रुपये का നോട്ട് ദിയ. രാജ വന്നിട്ട് അവിടെയുള്ള ഓഫീസർമാർ അവിടെ ഇരിക്കുമല്ലോ, അവർക്ക് വന്നിട്ട് 5 റുപ്യൻ്റെ നോട്ട് കൊടുത്തു. ഉസ്നെ റുപ്പേ നഹി ലിയ. അവർ ആ നോട്ട് മേടിച്ചില്ല. അതായത് കറപ്ഷൻ, ഞങ്ങൾ അഴിമതി ചെയ്യില്ല, ഞങ്ങൾ പൈസ മേടിക്കില്ല എന്നുള്ള ഇതിൽ അവർ ഞങ്ങൾക്ക് അത് 2-ാം തീയതിയല്ലേ ആയിട്ടില്ലോ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് പൈസയൊന്നും വേണ്ട, ഞങ്ങൾ മേടിക്കില്ല, അവന് മേടിച്ചില്ല. घूस देने के अपराध में രാജാ കോ ഡാട്ടനെ ലഗ. രാജ പിന്നെയും അവരുടെ പോക്കറ്റിൽ ഇട്ട് കൊടുക്കാൻ പോയപ്പോൾ അതിനെങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇട്ട് കൊടുക്കാൻ പോയപ്പോൾ അതൊരു അപരാധമായിട്ട് രാജാനെ ചീത്ത പറഞ്ഞ് വെളിയിൽ അയച്ചു വിട്ടു. രാജാ ബഹുത് ഖുഷ് ഹുവാ. അത് കണ്ടിട്ട് രാജാവിന് ഒരുപാട് സന്തോഷമായി. കുച്ച് ദിൻ കെ ബാദ് വേ ഫിർ വേഷ് ബദൽക്കർ ഉസി കർമ്മചാരി കെ പാസ് ഗए. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അയാൾ വീണ്ടും വേഷം മാറ്റിയിട്ട് അതേ ഓഫീസറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഓർ ഫിർ 5 रुपये का നോട്ട് ദിയ. എന്നിട്ട് 5 റുപ്യൻ്റെ നോട്ട് അയാൾ കൊടുത്തു. വീണ്ടും കൊടുത്തു. 2-ാം തീയതിയും പോയി കൊടുത്തപ്പോൾ അയാൾ വാങ്ങിച്ചില്ല, വേണ്ട പറഞ്ഞ് അയച്ചു വിട്ടു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അയാൾ വീണ്ടും പോയി അതേ ഓഫീസറിൻ്റെ കയ്യിൽ 5 റുപ്യൻ്റെ നോട്ട് കൊടുത്തു. ഉസ് ദിൻ മഹീനയ്ക്ക് ആഖിരി ദിൻ താ. ആ ദിവസം പോയപ്പോൾ അയാൾ ഏതാ അറിയോ? ആ മാസത്തെ ഏറ്റവും ലാസ്റ്റ് ദിവസമായിരുന്നു. അതായത് 31 അല്ലെങ്കിൽ 29 ആയിരിക്കും. 31 तारीख 31 ആയിരുന്നു. 31 तारीख कर्मचारियों ने नोट लिया और जेब में डाल दिया. അയാൾ ആ നോട്ട് 5 റുപ്യ നോട്ട് വാങ്ങിക്കൊണ്ട് പോക്കറ്റിലിട്ടു. രാജാനെ ഉസെ രംഗി ഹാത്ത് പക്കഡ് ലിയ. രാജ അയാൾ കയ്യോട് പിടികൂടി. രാജാനെ പൂച്ച കി ഉസ്നെ
नहीं बांधा है നിങ്ങളെന്താ ആ താബീജ് കെട്ടിയിട്ടില്ലയോ സദാചാറിൻ്റെ സത്യത്തിലുള്ള താബീജ് കെട്ടിയിട്ടില്ലയോ ഉन्होंने താബീജ് पर കാൻ ലഗായ അയാൾ ചെവി കോർത്തു ആ താബീജ് ആ കൂട്ടിൻ്റെ അടുത്ത് പോയിട്ട് ചെവി വെച്ചു ഉസ്മേ സെ ആവാസ് നിക്കലി അതിൽ സൗണ്ട് വരികയാണ് അതിൽ പറയണം താവീസിൽ പറയണം ആജ് 31 താരീഖ് ഹെ ആജ് ലേലോ ആ താവീസ് പറയണത്ര ഇന്ന് 31 ഇന്ന് മേടിച്ചോളൂ കാരണം മാസം ലാസ്റ്റാണ് അതുകൊണ്ട് നിങ്ങൾ മേടിച്ചോളൂ എന്നാണ് ആ താബീസ് പറയണതെന്ന് सदाचार का ताबीज शीर्षक कहानी में राजनीतिक स्वतंत्रदारियों को गलत दिशा की ओर ले चलने वाले कुछ आश्रितों के उच्चारण की असंगतियों का पर्दाफाश किया गया है ഈ ഒരു സ്റ്റോറിയിൽ എന്താ വെച്ചാൽ പൊളിറ്റിക്സിനെ കുറിച്ചും ഈ ആൾക്കാരിൻ്റെ ഈ അഴിമതി ചെയ്യുന്നതിനെക്കുറിച്ചും എല്ലാം വ്യക്തമായി ഈ ഒരു സ്റ്റോറിയിൽ പറഞ്ഞിട്ട് ഈ സ്റ്റോറിയിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ഭ്രഷ്ടാചാർ ഏക് സംക്രമിക് രോഗ് की तरह देश को ग्रस्त कर लिया है ഇതൊരു സൂക്കേട് ഒരു വയ്യായ്മ വന്നാൽ നമ്മൾ അതുപോലെ ഒരു സൂക്കേട് പോലെയാണ് എല്ലാവർക്കും ഇതെന്താ തന്നെ എത്ര മാറ്റിയാലും ഈ മനുഷ്യന്മാരുടെ ഉള്ളിൽ കയറി വരുന്നതാണെന്ന് സബ് ലോഗ് ഉസ്കി പക്കടമേ ആ ഗയേ ഹെ ഇതെല്ലാ മനുഷ്യന്മാരും അതിൻ്റെ ഒരു പിടുത്തത്തിൽ പെട്ടുപോയിരിക്കുകയാണ് ആ ഒരു വലയിൽ പെട്ടുപോയിരിക്കുകയാണ് ഭ്രഷ്ടാചാർ കി ബിമാരി സബ് കഹി ഫേൽ ചുക്കിയെ ഭ്രഷ്ടാചാരം പറയുന്നത് ഈ ദുനിയ മുഴുവനും എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു സൂക്കേട് സ്പ്രെഡായിപ്പോയി എല്ലാവർക്കും സ്പ്രെഡായി കിടക്കുകയാണ് ഉസേ ദൂർ കർനെ കി ജിത്നി കോശിഷ് കി ജായേ സബ് ബേക്കാർ ഹേ ഇതിന് എത്ര മാറ്റാൻ നോക്കിയാലും അതൊക്കെ വെറും വേസ്റ്റാണ് അതൊന്നും മാറില്ല കഹാനി കുച്ച് മനോരഞ്ജക് സ്ഥിതിയോ പർ ഖടി ഹെ ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത് ഭ്രഷ്ടാചാർ കെ ബാരേ മേ പ്രജാ കി ശിക്കായത്തെ ബഡ്ന പെഹലി സ്ഥിതി ഹെ ഇതിൻ്റെ ഏറ്റവും വലിയ സ്ഥിതി പറയുന്നത് എന്താ വെച്ചാൽ പ്രജാൻ്റെ ശിക്കായത്തുകൾ അതായത് ഇല്ലാത്തതുകൾ നമ്മളിപ്പോൾ ഇല്ലാത്തവർ പോയിട്ട് എങ്ങനെ ഒരാൾ കേട്ട പൈസ കൊടുത്തുകൊണ്ടിരിക്കുക അതുകൊണ്ടിൽ വേണ്ടേ അതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട് ഈസ് പർ ദർബാറിയോ കി ചർച്ച ദൂസരി സ്ഥിതി ഹെ ഇതിൽ ദർബാറികളുടെ ആ ഒരു കോൺവെർസേഷനിലെ അത് വേറൊരു സ്റ്റേജാണ് ഭ്രഷ്ടാചാർക്കോ ഡൂണ്ടന ഭ്രഷ്ടാചാർ അതായത് കറപ്ഷനെ തിരഞ്ഞത് വേറൊരു സ്റ്റേജാണ് വിശേഷജ്ഞയ്ക്ക് നിയുക്തി തിസ്രി ഹെ ഇതൊക്കെ ഓരോരോ ഘട്ടങ്ങളാണ് ഇതിൻ്റെ ഇസ് പ്രകാർ സ്ഥിതിയോ കെ ബാദ് स्थितियों को प्रस्तुत करते हुए परसाई जी ने कहानी में हास्य व्यंग का रंग महल खड़ा किया है ഇതാണ് ഇതിൽ നമുക്ക് പറഞ്ഞു തരുന്ന ഹരിശങ്കർ പ്രസായി നമുക്ക് പറഞ്ഞു തരുന്നത് ഈ കഥയിൽ ഭ്രഷ്ടാചാരം ഒരിക്കലും മാറിയിട്ടില്ല അത് എല്ലാവരുടെയും സ്പ്രെഡായി കിടക്കുകയാണ് അത് മാറില്ല അതിൻ്റെ പിന്നാലെ നമ്മൾ എത്ര പോയിട്ടും അതിന് മാറ്റാനായിട്ട് നമുക്ക് കഴിയുന്നില്ല എന്ന് അന്ന് തന്നെ അത് ഹരിശങ്കർ പ്രസായി അയാളുടെ ഇതിൽ വ്യംഗ്യത്തിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ എന്തുണ്ടെങ്കിലും കമൻസിലൂടെ പറയാവുന്നതാണ് പ്ലീസ് സപ്പോർട്ട് ചെയ്യുക ബൈ